കാണുന്ന ഈ കൊട നന്നാക്കുന്ന ആളുകളെയൊന്നും പാതയോരങ്ങളിൽ എവിടെയും കണ്ടിട്ടില്ല. CH അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ മറുപടി ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്താ CH പറഞ്ഞത്? ആലപ്പുഴയിൽ നിന്ന് വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചുകൊണ്ട് നിരന്തരമായി പറയാം. അതിനൊരു കുഴപ്പമല്ല. അപ്പൊ ഇവിടെ ഈ ഫാബ്രിക്കിന് ഒരു കുഴപ്പം വരില്ല, മതേതരത്വത്തിനും സൗഹാർദ്ദത്തിനും ഒരു കുഴപ്പം വരില്ല. അയ്യാല സ്വലാത്ത് എന്ന് കൊടുത്താൽ പള്ളി സെക്രട്ടറിയും പള്ളി പ്രസിഡന്റും ഒന്നാമത്തെ സെഫില് വേണം. അല്ല, പള്ളിക്കൊക്കെ തിരിഞ്ഞു നോക്കാത്തവരല്ല ഇതിന്റെ ഭാരവാഹിയായി വരേണ്ടത്. ഇന്ന് എന്ത് വിഷയം വന്നാലും പണ്ഡിതന്മാർ അതിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഒന്നും മിണ്ടുന്നില്ല. ഒഴുക്കിനോടൊപ്പം നീന്താൻ ഒരിക്കലും ഒരു മതസംഘടന ആവശ്യമില്ല. ഒഴുക്കിനെതിരെ നീന്താനാണ് കരുത്ത് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ലിബറലുകളുടെ രീതികളെ കുറിച്ചാണ് ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത്. അവര് ഒറ്റയടിക്ക് ഇസ്ലാം മോശമാണെന്നോ മുസ്ലിങ്ങൾ മോശം സമുദായമാണെന്നോ പറയിപ്പിക്കുകയല്ല ചെയ്യുക. മറിച്ച് ഇസ്ലാമിനെ പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ ലക്ഷ്യം നേടുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. ഇതുകൊണ്ടാണ് മുസ്ലിമായിക്കൊണ്ടാണ് ജൂതന്മാർ മുസ്ലിം വേഷം ധരിച്ച് സമുദായത്തിനകത്ത് നുഴഞ്ഞു കയറിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരാണ് പിന്നീട് ഷിയാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നതും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ ലിബറലിസം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. വളഞ്ഞ വഴിയിലൂടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മോശമായി ചിത്രീകരിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പുറത്തുനിന്ന് ഇസ്ലാം പ്രാകൃതമാണെന്ന് വാദിക്കുന്നതിനേക്കാൾ റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് അകത്ത് നിന്ന് മുസ്ലിം പേരിൽ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഇസ്ലാം വിമർശനം നടത്തുക എന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക വിഷയങ്ങൾ വിവാദമാകുമ്പോൾ ഇസ്ലാം വിമർശകരായ മുസ്ലിം പേരുള്ള ഈ MN കാരശ്ശേരിയെ പോലെ, ഹമീദ് ചേന്നമംഗലൂരിനെ പോലെ, നേരത്തെ ഇവിടെ പറഞ്ഞ VP സുഹറയെ പോലെയുള്ള ആളുകളെ ചാനൽ ചർച്ചയിൽ പ്രത്യേകമായി സ്ഥിരമായി ക്ഷണിക്കപ്പെടുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഈ ലിബറലുകൾ ഇതിന് സ്വീകരിക്കുന്ന വഴി ഏതാണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ മുസ്ലിങ്ങളിൽ നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്നിങ്ങനെയുള്ള രണ്ട് വിഭാഗമുണ്ട് എന്ന് ആദ്യം അവർ വരുത്തി തീർക്കും. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ നല്ല മുസ്ലിമിൻ്റെയും ചീത്ത മുസ്ലിമിൻ്റെയും ഒരു നിർവചനമായി അവർ പറയുന്നത്. ആരാണ് ചീത്ത മുസ്ലിം? അവരുടെ കണ്ണിൽ ഏകദൈവ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത, കൃത്യമായി നമസ്കരിക്കുന്ന, കണിശമായി നോമ്പ് നോൽക്കുന്ന, കണക്കനുസരിച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്ന, ഇസ്ലാമിക വേഷത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന, അതുപോലെ തന്നെ ലഹരി, ലോട്ടറി, പലിശ, അവിഹിതമായ ബന്ധങ്ങൾ എന്നീ നിഷിദ്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരെയാണ് ഇവർ ചീത്ത മുസ്ലിങ്ങളായിക്കൊണ്ട് ഇവിടെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നല്ല മുസ്ലിങ്ങളാകട്ടെ പർദ്ദയിട്ട് ലെസ്ബിയനിസത്തെ ന്യായീകരിക്കുന്നവർ അവരുടെ കണ്ണിൽ നല്ല മുസ്ലിങ്ങളാണ്. മഫ്തയിട്ട് LGBTQ ആക്ടിവിസത്തിൻ്റെ പ്രൈഡ് മന്ത് പരിപാടിയിൽ പങ്കെടുത്താൽ അവൾ നല്ല മുസ്ലിമാണ്. സ്വവർഗരതി പ്രമേയമാക്കി സിനിമ സംവിധാനം ചെയ്യുകയും അതിൽ അഭിനയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം ആളുകളെ അവർ നല്ല മുസ്ലിമീങ്ങളായി ചിത്രീകരിക്കും. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, മാഷാ അല്ലാ എന്ന ഈ തുടങ്ങിയ നാമങ്ങളൊക്കെ ഉച്ചരിച്ച് ഒരു മഫ്തയും ചുറ്റി ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരാണ് നല്ല മുസ്ലിമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് സിനിമയിലും സീരിയലിലും ഇസ്ലാമിക സംസ്കാരം കാറ്റിൽ പറത്തി അഭിനയിക്കുകയും മറുഭാഗത്ത് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തൊപ്പിയിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രത്യേകം ഗ്ലോറിഫൈ ചെയ്യും. മദ്രസയിലും പള്ളിയിലും വരുമ്പോൾ ഇസ്ലാമിക വേഷവിധാനങ്ങൾ സ്വീകരിക്കുകയും എന്നാൽ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ മറ്റ് വിവാഹത്തിൻ്റെ വേദികളിലുമൊക്കെ എത്തുമ്പോൾ കോസ്മെറ്റിക്സിൻ്റെ തിളക്കത്തിൽ തിമിർത്താടുകയും ചെയ്യുന്ന ആളുകളെ നല്ല മുസ്ലിമീങ്ങളുടെ ഒരു ഗണത്തിലാണ് പലപ്പോഴും മീഡിയകൾ എണ്ണാറുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മതം യഥാവധി അനുഷ്ഠിക്കുന്നവരാകട്ടെ അവർക്കൊരു പ്രത്യേക ടാഗ് ലൈൻ കൊടുക്കും. അവർ അനുഷ്ഠാന തീവ്രതയുള്ളവരാണ്, അനുഷ്ഠാന തീവ്രവാദികളാണ് എന്ന ഒരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് അവരെ ചീത്ത മുസ്ലിമീങ്ങളായി ബ്രാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇരകളിൽ നിന്ന് തന്നെ വേട്ടക്കാരുണ്ടാകുന്നു എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ വേട്ടക്കാർ മുസ്ലിം കുടുംബത്തിലെ
കുടുംബനാഥന്മാരാണെങ്കിൽ ആ കുടുംബം തീർച്ചയായും പ്രതിസന്ധിയിൽ അകപ്പെടുക തന്നെ ചെയ്യും. അഥവാ ഒരു നല്ല മുസ്ലിം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആ ടാഗ് ലൈൻ കൊടുത്ത ആളുകളാണ് ഒരു മുസ്ലിം കുടുംബത്തിന്റെ കുടുംബനാഥൻ എങ്കിൽ ആ കുടുംബം പ്രതിസന്ധിയിലാകുക തന്നെ ചെയ്യും. ആ വേട്ടക്കാർ മഹലിന്റെ നേതൃത്വത്തിൽ വന്നാൽ തീർച്ചയായും ആ മഹല് കുട്ടിച്ചോറാവുക തന്നെ ചെയ്യും. ആ വേട്ടക്കാർ മുസ്ലിം സ്ഥാപനങ്ങളുടെ അമരത്താണ് ഇരിക്കുന്നത് എങ്കിൽ ആ സ്ഥാപനത്തിൽ ഇസ്ലാമിക സംസ്കാരം അന്യമാകുമെന്നത് പ്രത്യേകം പറയേണ്ടതില്ല. ആ വേട്ടക്കാർ മുസ്ലിം സംഘടനാ നേതൃത്വത്തിലെത്തിയാൽ അത്തരം സംഘടനകൾ ഇസ്ലാമിക സംസ്കാരം വെല്ലുവിളിക്കപ്പെടുമ്പോൾ അവർ മൗനികളായി മാറുമെന്നതിന് എത്രയോ സംഭവങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ വേട്ടക്കാർ മുസ്ലിം പത്രമാധ്യമങ്ങളുടെ നയരൂപീകരണത്തിലെ പ്രധാനികളായി മാറുമ്പോൾ അത്തരം മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇസ്ലാമിക സംസ്കാരത്തെ വളഞ്ഞിട്ട് പല ഭാഗത്തു നിന്നും ആക്രമിക്കുമ്പോൾ അതിന്റെ കുഴലൂത്തുകാരായി അവർ മാറുന്ന സന്ദർഭങ്ങളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ആ വേട്ടക്കാർ സമുദായ രാഷ്ട്രീയത്തിന്റെ നേതാക്കളായാൽ സമുദായ രാഷ്ട്രീയം ഇസ്ലാമിക സംസ്കാരത്തിന് കവചമൊരുക്കാൻ സാധിക്കാത്ത വിധം പ്രതിരോധത്തിലാകുന്ന സംഭവങ്ങളും നമുക്ക് പരിചയമുള്ളതാണ്. ഇന്ന് നമ്മുടെ അവകാശ പോരാട്ടങ്ങൾ ലക്ഷ്യം കാണാതെ പോകുന്നതിൽ സമുദായത്തിനുള്ളിൽ തന്നെ ഇസ്ലാമിക സംസ്കാരം ചവിട്ടി അരക്കുന്നത് കൊണ്ടാണ് എന്ന കാര്യം നാം മനസ്സിലാക്കാൻ ഇനിയും വൈകുവാൻ പാടില്ല. കാരണം ഒരു ഭാഗത്ത് ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ ഇന്ന് മുസ്ലിം സമുദായം നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മറുഭാഗത്താകട്ടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയിൽ അഭിരമിച്ചുകൊണ്ട് മഫ്തയില്ലാത്ത യൂണിഫോം ധരിക്കാൻ യാതൊരു സങ്കോചവും ഇല്ലാത്തവരായി ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾ, അവിടെ രക്ഷിതാക്കൾ അതിന് അനുവാദം കൊടുക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇസ്ലാമിക വേഷത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പോലും അത് കണ്ടില്ലെന്ന് നടിക്കാൻ യാതൊരു മനപ്രയാസവുമില്ലാത്തവരായി ഇന്ന് സമുദായം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എത്രയോ തവണ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയതാണ്. ജെൻഡർ ന്യൂട്രൽ വേഷം ചെറുപ്പത്തിൽ തന്നെ ശീലമാക്കി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ വീടുകളിലെ ഉമ്മമാർക്ക് വലിയ പങ്കുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കുക സാധ്യമല്ല. അതായത് ചെറുപ്രായത്തിലാണ് ഒരു കുട്ടി അവന്റെ വേഷമേതാണ്, അവളുടെ വേഷമേതാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നത്. ആ പ്രായത്തിൽ തന്നെ ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ വേഷവും പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ വേഷവും ഇട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെയുള്ളൊരു റൂട്ടിലൂടെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരികയും പിന്നീട് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അതഴിക്കാൻ പറയുമ്പോൾ അവൾ അതിന് തയ്യാറാകാതെ പോവുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഇന്ന് നമ്മുടെ സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഏക സിവിൽ കോഡിനെതിരെ ഇന്ന് സമുദായം രംഗത്തിറങ്ങുന്നു. വിവാഹത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനും വിവാഹമോചനത്തിന്റെ നിബന്ധനകൾ സംരക്ഷിക്കാനുമായി വ്യക്തി നിയമം നിലനിർത്തുവാൻ വേണ്ടി എല്ലാ നിലക്കും വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് നമ്മൾ കാണുന്ന നന്ദാ സമുദായത്തിൽ ബെസ്റ്റി എന്ന പേരിട്ട്, സീസൺഷിപ്പ് എന്ന പേരിട്ട്, സിറ്റുവേഷൻഷിപ്പ് എന്ന് പേര് വിളിച്ച്, ഹുക്കപ്പ് എന്ന് പേര് പറഞ്ഞ്, ബോയ് ഫ്രണ്ട് എന്നും ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞ് അങ്ങനെയുള്ള കുറേ പദാവലികളിൽ പൊതിഞ്ഞ് സമുദായം അതിവേഗം വിവാഹത്തിന്റെ എല്ലാ പരിശുദ്ധിയും കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഏക സിവിൽ കോഡ് വരുന്നതിനെതിരിൽ നമ്മൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് അത് പ്രതികരിക്കുകയും മറുഭാഗത്ത് സ്വന്തം വീട്ടിലും സ്വന്തം സ്ഥാപനത്തിലും സ്വന്തം മഹലിലും അതിന് വഴിയൊരുക്കുകയും ചെയ്തു കൊടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം DJ മ്യൂസിക്കിന്റെ അകമ്പടിയില്ലാത്ത വിവാഹാഘോഷങ്ങൾ ഇന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു വിവാഹത്തിന്റെ സദസ്സിൽ പോയി കഴിഞ്ഞാലും ആ നിക്കാഹ് കഴിയുന്നത് വരെ നമുക്ക് ശാന്തമായി ഇരിക്കാൻ കഴിയും. ആ നിക്കാഹ് കഴിഞ്ഞ് അതിന്റെ ആളുകൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി അതിന്റെ തൊട്ടപ്പുറത്തെ സ്റ്റെപ്പിലൂടെ മറ്റൊരാൾ കയറി വന്ന് ഹേ ഗേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിന്നെ അടിപൊളി മ്യൂസിക്കിന്റെ ആ ശബ്ദഘോഷങ്ങളിലേക്കാണ് പിന്നീട് ആ വിവാഹത്തിന്റെ വേദി കടന്നു പോകുന്നത്. പ്രായമുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, രോഗികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ കാതടപ്പിക്കുന്ന മ്യൂസിക്കിൽ അവിടെ നൃത്തം വെക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്ന് സമുദായത്തിന്റെ പോക്ക്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് പകരം ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ ബ്രോഷറാണ് സമുദായത്തിന്റെ വിവാഹങ്ങളെ
ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമും മുസ്ലിമീങ്ങളും എങ്ങനെയാണ് വിവാഹം നടത്തേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. അതല്ല ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആവശ്യം. മറിച്ച് ഈവന്റ് മാനേജ്മെന്റിന്റെ ആളുകൾ കൊണ്ടുവരുന്ന ബ്രോഷർ എടുത്ത് പരിശോധിച്ചു നോക്കി, ആ ബ്രോഷറിൽ എന്തൊക്കെയുണ്ടോ അത് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ആ ക്യാമറാമാൻ പറയുന്നത് പോലെ അണിഞ്ഞൊരുങ്ങി അതിനനുസരിച്ചുകൊണ്ട് ബെഡ്റൂമിൽ താൻ ചെയ്യേണ്ട ആ ആൺകുട്ടിയും പെൺകുട്ടിയും അവർ വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യ രാത്രിയിൽ ബെഡ്റൂമിനുള്ളിൽ റൂം കുറ്റിയിട്ട് ചെയ്യേണ്ട കാര്യം തൻ്റെ സമൂഹത്തിന്റെ മുമ്പിൽ, തൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ, ഈ നാട്ടുകാരുടെ മുമ്പിൽ, ഈ ലോകത്തിന്റെ മുമ്പിൽ റീൽസുകളായിക്കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യുകയും ആ ഫോട്ടോഗ്രാഫർമാർ പറയുന്നത് പോലെ അഭിനയിച്ചു കാണിക്കുകയും ചെയ്യുന്ന ഗുരുതരാവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോഴും ഇത്ര ഉറപ്പില്ലാത്തതാണോ നിങ്ങളുടെ ഈമാൻ എന്ന് ചോദിച്ച് കളിയാക്കുന്ന ചില ആളുകളുണ്ട്. ഒന്ന് ഡാൻസ് ചെയ്യുമ്പോഴേക്ക് നിങ്ങളുടെ ഈമാൻ ഒലിച്ചു പോകുമോ? ഒന്ന് സല്യൂട്ട് അടിക്കുമ്പോഴേക്ക് നിങ്ങളുടെ ഈമാൻ ഒലിച്ചു പോകുമോ? ഒരു ക്ഷേത്രത്തെ കാണുമ്പോഴേക്ക് അവിടെ ഒന്ന് തൊഴുതു പോയാൽ അവൻ നിങ്ങളുടെ ഈമാൻ ഒലിച്ചു പോകുമോ? അങ്ങനെ ഒലിച്ചു പോകുമോ എന്ന് ചോദിച്ചിട്ട് കളിയാക്കുന്ന ചില ആളുകളുണ്ട്. മറ്റൊന്ന് പറയാറുള്ളത്, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വിവാഹത്തിന്റെ പ്രശ്നം പറയുമ്പോ രക്ഷിതാക്കളോടെങ്ങാനും സ്വകാര്യമായി അതൊന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്നറിയോ, എന്താ മൗലവി ചെയ്യാ, ഇപ്പത്തെ കാലം എങ്ങനെയാണ്, ഞാനത് അറിഞ്ഞിട്ടില്ല, അത് കുട്ടികളെ ഏൽപ്പിച്ചതാണ്, അവരുടെ സുഹൃത്തുക്കൾ കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മൾ അവസാനം അതിനോട് നിന്നു കൊടുക്കല്ലാതെ എന്താ ചെയ്യുക, അത് അവരുടെ ഇഷ്ടല്ലേ, നാം എന്തിനാണ് ഇതൊക്കെ എതിർക്കാൻ നിൽക്കുന്നത്, നമ്മുടെ കാലമൊന്നുമല്ലപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്നൊരവസ്ഥയാണ്. എന്നാൽ അറിയുക, ഒരു വിശ്വാസി തന്നിഷ്ടത്തിനല്ല ഒരിക്കലും കീഴ്പ്പെടേണ്ടത്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനാണ്. എന്താണ് നിങ്ങളുടെ പേര്? എന്താണ് ഈ സമുദായത്തിന്റെ പേര്? മുസ്ലിം സമുദായം എന്നാണ്. എന്താണ് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം? കീഴ്പ്പെട്ടവൻ എന്നാണ് അർത്ഥം. സോഷ്യൽ മീഡിയക്ക് കീഴ്പ്പെട്ടവൻ എന്നല്ല, ഏതെങ്കിലും സെലിബ്രിറ്റിക്ക് കീഴ്പ്പെട്ടവൻ എന്നല്ല, ഏതെങ്കിലും സിനിമാ നടന്മാർക്ക് കീഴ്പ്പെട്ടവൻ എന്നല്ല. ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ആലമീന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. അങ്ങനെ ജീവിക്കുന്ന സമുദായത്തിന്റെ പേരാണ് മുസ്ലിം സമുദായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്ന തത്വത്തിന് പച്ചക്കൊടി വീശി കാണിച്ചാൽ ഓരോ രക്ഷിതാക്കളും ഓർക്കുക, ഓരോ ഉമ്മമാരും ഓർക്കുക, ഓരോ സമുദായത്തിലെ ആളുകളും ഓർക്കുക, വരാനിരിക്കുന്നത് മതരഹിതമായ ഒരു സമൂഹമായിരിക്കും. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്റർകാസ്റ്റ് മാരേജ്, മിശ്ര വിവാഹം, അത് പണ്ട് കാലത്തുള്ള രീതിയിലാണോ ഇപ്പോൾ നടക്കുന്നത്? അതിപ്പോൾ എത്രമാത്രം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു? ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത തലമുറ മതവിശ്വാസമില്ലാത്തവരായി മാറും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഹൈന്ദവനായ ഒരു വ്യക്തി, ഒരു മുസ്ലിമായ ഒരു സ്ത്രീ, അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. ഈ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ പറയുന്ന ഒന്നാമത്തെ തത്വം എന്താ അറിയോ? അവർ വിവാഹം കഴിഞ്ഞാൽ ഒരിക്കലും മതം മാറാൻ പാടില്ല എന്നാണ്. ആ ഹിന്ദുവായി തന്നെ നിലകൊള്ളണം, മുസ്ലിമായി തന്നെ എന്ത് ചെയ്യണം? നിലകൊള്ളണം. എന്നിട്ട് അവരൊന്നിച്ച് ജീവിക്കുന്നു, അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നു. ആ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ പിന്നെ ഹിന്ദു ആകണോ മുസ്ലിം ആകണോ? അപ്പൊ ഒരാൾ ഹിന്ദു ഒരാൾ മുസ്ലിമാണല്ലോ, തർക്കം വന്നു. അപ്പൊ എന്താണ് അവിടെ തീരുമാനം? ആ കുട്ടി അവന്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, അഥവാ അവൻ മതമില്ലാത്തവനായി ജീവിക്കട്ടെ. അതാണ് പണ്ട് സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിൽ മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ വന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കണം. ആ ഒരൊറ്റ പേജ് വന്നപ്പോ കേരള സമൂഹം ഇളകി മറിഞ്ഞു. ഇവിടെയുള്ള മതവിശ്വാസികൾ ഇളകി മറിഞ്ഞു. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. പക്ഷേ ആ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അവസാനം സംഭവിച്ചത് എന്താ? ആ പേജ് കീറി പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഓർഡർ ഇട്ടു. ആ ഓർഡർ ഇട്ട സംസ്ഥാനത്താണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന നയം സെറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ജനകീയ ചർച്ചകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് പുതിയ പാഠപുസ്തകം വന്നിരിക്കുന്നത്. ആ പാഠപുസ്തകത്തിലെ ഒരു പാഠമല്ല, ഒരു പേജല്ല, ആ പുസ്തകങ്ങളുടെ മുഴുവൻ അച്ചുതണ്ടും ഈ ജെൻഡർ ന്യൂട്രൽ ആശയത്തിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ എന്ത് പ്രതികരണമുണ്ടായി? ഇവിടെ എന്ത് സമരമുണ്ടായി? ഇവിടെ അത് തിരുത്തണമെന്ന് ആർക്ക് തോന്നുന്നു? ഇതാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പൊ അത് ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ
അവസാനം അടുത്ത ഒരു തലമുറ ഇവിടെ മതമില്ലാത്തവരായി മാറുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് മഫ്ത ധരിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി, ഒരു ഹൈന്ദവനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ക്രൈസ്തവനായ വ്യക്തി, അവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ വേഗം മന്ത്രിമാരൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് അവരെ ആദരിച്ച് അത് ഫേസ്ബുക്കിൽ വലിയ സംഭവമായി അത് പ്രസിദ്ധീകരിക്കുന്നത്, ആഘോഷിക്കുന്നത് എന്തിനാ? ഈ സംസ്കാരം ഇവിടെ വരണം എന്നതുകൊണ്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറ മതമില്ലാത്ത ഒരു തലമുറയുമായി മാറും, മതരഹിതമായ ഒരു തലമുറയായി മാറും. ഇത് മനസ്സിലാക്കേണ്ടതാരാ? വിശ്വാസികളാണ് ഈ അവസ്ഥ കൃത്യമായി തിരിച്ചറിയേണ്ടത് എന്നതാണ്. മാത്രമല്ല ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് ഇത് പറയാൻ പോലുമുള്ള അവകാശത്തെ ഇന്ന് നിഷേധിച്ചു കൊണ്ടിരിക്കണം. മിശ്രവിവാഹം ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതൊന്നുമല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിന്നാലെ കൂടി എതിർക്കാനും ആക്ഷേപിക്കാനും നമ്മളില്ല. പക്ഷേ ഒരു മുസ്ലിം അതിന് വിധേയമാകുമ്പോൾ അത് ഇസ്ലാമികമായി തെറ്റാണ്, ഇന്ന ആയത്ത് പ്രകാരം തെറ്റാണ്, ഇന്ന ഹദീസ് പ്രകാരം തെറ്റാണ് എന്നൊരു മൗലവിക്ക് ഖുതുബയിൽ പ്രസംഗിക്കാൻ കഴിയണം, ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ കഴിയണം, ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാൻ കഴിയണം. അത് ചെയ്യുമ്പോഴേക്കും അതിന് എല്ലാവരും കൂടി ആക്രമിച്ച് അയാളെന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു, ഇവരെ ആക്ഷേപിച്ചു, വിവാദമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് കയറി വരണ്ട. അങ്ങനെ വിമർശിക്കാൻ, തെറ്റാണെന്ന് പറയാൻ ഇവിടെ നമ്മുടെ രാജ്യം നമ്മൾ അനുവദിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ഡയലോഗുകൾക്ക് അനുവാദമുണ്ട്. പക്ഷേ ഇപ്പൊ പോകുന്നത് എന്താ? ഇതിനെ വിമർശിക്കാൻ പോലും പാടില്ല എന്ന്. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ല, പക്ഷെ മുസ്ലിം സമുദായത്തിന് ഇത് പറ്റാത്തതാണ് എന്ന് പറയാൻ പോലും നിങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കുമെന്ന് പറയാനാണ് ഈ ഡയലോഗ് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതെല്ലാം പറയുമ്പോൾ ഇത് ഈ രൂപത്തിലാണ് ഇന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ട് ഭീഷണിക്ക് മുന്നിലാണ് ഇന്ന് സമുദായമുള്ളത്. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ മതമനുസരിച്ച് തന്നെ ജീവിക്കൊള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് വേറെ എവിടെയെങ്കിലും പോയിക്കോ. ഇതാണ് ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം. അതേ ആളുകൾ എന്താ, നിങ്ങൾ പോണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ രണ്ടാം പൗരന്മാരായി ജീവിക്കാം. നിങ്ങൾക്ക് ഈ പോക്ക് പോവുകയാണെങ്കിൽ SIR ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് വോട്ടൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, ഞങ്ങൾ പറയുന്ന മാതിരി ഇവിടെ ജീവിച്ചാൽ മതി. ഇതാണ് ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വെല്ലുവിളി. വേറൊരു ഭാഗത്ത് നിന്ന് വരുന്ന വെല്ലുവിളി എന്താ? അതിന്റെ തലസ്ഥാനം കേരളമാണ്. അതിന്റെ തലസ്ഥാനം കേരളമാണ്. അതായത് ഞങ്ങൾ പറയും പോലെ നിങ്ങളെ മതം വെട്ടിച്ചുരുക്കി മാറ്റത്തിരുത്തലൊക്കെ വരുത്തി വേണമെങ്കിൽ അനുഷ്ഠിച്ചോളൂ. യഥാർത്ഥത്തിൽ ഇസ്ലാം ഖുർആനിലും ഹദീസിലുള്ള ഇസ്ലാം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ നിൽക്കാൻ നിങ്ങളെ വിടൂല എന്ന രീതിയാണ് ഇന്നിവിടെ വരുന്നത്. ഇവിടെ ഡയലോഗിന് പറയാനുള്ളത്, ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ, ആ ഭരണഘടന മതമനുഷ്ഠിക്കാൻ അനുവാദം നൽകുന്നുണ്ടെങ്കിൽ, ആ ഭരണഘടന മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിൽ അതിവിടെ ചെയ്തിരിക്കും എന്ന് പറയാൻ തന്നെയാണ് ഈ ഡയലോഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും എല്ലാം കൈവിട്ടു പോയി, ഇനി എന്താ നമ്മൾ ചെയ്യുക? ഇപ്പം ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ആകെ പ്രശ്നമാണല്ലോ, കുഴപ്പമാണല്ലോ, ഇനി എന്താ നമ്മളെ രാജ്യത്ത് ചെയ്യുക എന്ന ഒരു നിരാശയുടെ പടുകുഴിയിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാണ്, ഒരു ബേജാറും വേണ്ട, ഒരു ബേജാറും വേണ്ട. ഒരു മൂർക്കമ്പാമ്പിനെ കണ്ടാൽ ആ മൂർക്കമ്പാമ്പെന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അത് മൂർക്കമ്പാമ്പാന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? അതൊരു പാമ്പാണ്, അത് വിഷമുള്ളതാണ്, ആ വിഷം കുറച്ച് ഗൗരവമുള്ളതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പാമ്പിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് നമുക്കറിയാം. അതല്ലാതെ ആ വിഷമുള്ള പാമ്പിനെടുത്ത് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന പരിപാടി കുറച്ച് അപകടമാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ പൊളിക്കാൻ പോണത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ പ്രശ്നത്തിൽ നിരാശപ്പെടേണ്ടതില്ല, നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ നേരെ വരുന്ന അജണ്ട എന്താണ്, അതിന്റെ ആഴങ്ങൾ എന്താണ്, അതിന്റെ പരപ്പെന്താണ്, ആരാണ് ഇതിന്റെ പിന്നിൽ, എന്താണ് ഇതിന്റെ ആശയം, ഇത് തിരിച്ചറിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഇത് സോപ്പ് കുമിളകളാണ്. നിങ്ങൾ ആരും വിചാരിക്കണ്ട വൈകുന്നേരം ചാനലിൽ ഒത്തുകൂടി വരുമ്പോ എല്ലാവരും ഭയങ്കര കീരിയും പോകാൻ പോയിട്ടാ സംസാരിക്കുക, പോകുമ്പോ എല്ലാവരും ചായ ഒടിച്ചിട്ട് ഒന്നിച്ചാ പോണത്. അങ്ങനെ നാടകം കളിച്ച് ഈ നാട്ടുകാരെ, ഇവിടെയുള്ള മതേതരത്തെ തച്ച് തകർക്കാമെന്നാരും കരുതണ്ട.
ഇത് സമുദായം തിരിച്ചറിഞ്ഞാൽ മതി. ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്നവർ തിരിച്ചറിഞ്ഞാൽ മതി. മതേതരത്വം അവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പ്രശ്നം തിരിച്ചറിഞ്ഞാൽ മതി. അതോടുകൂടി ഇതിന് പരിഹാരമുണ്ടാകും. ആദ്യം ഈ വിഷയം തിരിച്ചറിയേണ്ടത് ആരാന്നറിയോ? നമ്മുടെ പുതുതലമുറയാണ്. ഞാൻ ഇത് കേൾക്കുന്ന പുതുതലമുറയോടാണ് പറയുന്നത്. എൻ്റെ ഇഷ്ടല്ലേ, മൈ ബോഡി മൈ റൈറ്റ് അല്ലേ, പുതിയ ലോകല്ലേ, അടിച്ചു പൊളിക്കല്ലേ എന്ന് പറയുന്ന പുതുതലമുറ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പുതുതലമുറ ഈ കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ കാണുന്നത് മായാ കാഴ്ചകളാണ്. ഈ കാണുന്ന ഒന്നല്ല ജീവിതം എന്ന് പറയുന്നത്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുവും വസീനത്തും വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവെന്ന് പറയുന്നത് ലഇബുന്നത് കളിയാണ്, ലഹുവന്നത് വിനോദമാണ്, വസീനത്തുന്നത് അലങ്കാരമാണ്, വതഫാഖുറും ബൈനകും പരസ്പരം ദുരഭിമാനം നടിക്കലാണ്, വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് മക്കളുടെ കാര്യത്തിലും സ്വത്തിന്റെ കാര്യത്തിലും പരസ്പരം പെരുമ നടിക്കലാണ്. കമസലി ഗൈസിൻ, അതൊരു മഴ പോലെ മാത്രമാണ്. അഅജബൽ കുഫാര നബാതുഹു, ആ മഴ കാണുമ്പോ, സസ്യങ്ങൾ വളർന്നു വരുമ്പോ കർഷകൻ അത്ഭുതപ്പെടും. തുമ്മ യഹീജു ഫതറാഹു, പിന്നെ നിങ്ങൾക്കത് കാണാൻ കഴിയും. അദാ ഫതറാഹു മുസ്ഫറ, അതിങ്ങനെ ഉണങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം. തുമ്മ യകൂനു ഹുതാമാ, പിന്നീടതാ അത് തുരുമ്പായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് ദുനിയാവ്. ഈ കാണുന്നത് ഇത്രയുള്ളത് പെട്ടെന്ന് വൈക്കോലായി തുരുമ്പായി പോകും. എന്നാ ഓർത്തു വെച്ചോ, വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, എന്നാൽ തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്ക് അവിടെ മഗ്ഫിറത്തുമുണ്ട്. അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് എന്താ അറിയോ? അത് പുതിയ തലമുറ എഴുതി വെക്കണം, ഹൃദയത്തിൽ എഴുതി വെക്കണം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കുന്ന, നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ഇത്. അൽഹാകുമുത് തകാസുർ, അതെ, അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നത് നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഈ ദുനിയാവിൽ എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് നിങ്ങളെ മറപ്പിച്ചിരിക്കുന്നു. ഇതേതുവരെയാണ്? ഹത്താ സുർത്തുമുൽ മഖാബിർ, കബറിടം സന്ദർശിക്കുന്നത് വരെ. അതുവരെ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. എപ്പോഴാ അറ്റാക്ക് വരിക എന്നറിയില്ല, എപ്പോഴാ ആക്സിഡന്റ് ഉണ്ടാകുക എന്നറിയില്ല, എപ്പോഴാ ലോറിന്റെ മുമ്പിൽ പോകുക എന്നറിയില്ല, എപ്പോഴാ കുഴഞ്ഞു വീഴുക എന്നറിയില്ല. ഈ ലൈക്കടിക്കുന്നവർ അപ്പോഴുണ്ടാവില്ല. അതുകൊണ്ട് ഓർത്തു വെച്ചോ, പുതിയ തലമുറയോട് ഞാൻ പറയുന്നു, ഈ കാണുന്നതൊന്നുമല്ല ജീവിതം. പിന്നെ എല്ലാരും പോകുന്നതിന്റെ കൂടെ പോയാൽ എവിടേക്കാ എത്തുക? ഒഴുകുന്നവരോടൊപ്പം ഒഴുകിയാൽ അത് നരകത്തിലേക്കുള്ള പോക്കാണ്. തിരിഞ്ഞു നടക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തേക്ക് പോകാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾ വലിയ പുരോഗമനല്ലേ ഈ പറയണമൊക്കെ? നിങ്ങൾ ഈ പറയുന്ന ആശയമൊക്കെ യൂറോപ്പിൽ നിന്ന് തുടങ്ങിയതാണ്. അവരതിൻ്റെ കെടുതികൾ അനുഭവിച്ച് അവിടുന്ന് ഇങ്ങനെ യൂ ടേൺ എടുത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തങ്ങോട്ട് അങ്ങോട്ട് പോവുക, എന്നിട്ട് വലിയ ബുദ്ധിമാന്മാരെന്നും പറയാം. അവിടെയാണ് വിസ്ഡം പറയുന്നത്, നിങ്ങൾക്ക് വിസ്ഡമില്ല, നിങ്ങൾക്ക് യുക്തിയില്ല, നിങ്ങൾക്ക് ബുദ്ധിയില്ല. ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് ഇവിടെ സംഭവിക്കാൻ പോണ പ്രശ്നം നമ്മൾ കുറച്ച് നേരത്തെ പറയണമെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ രണ്ടാമതായി തിരിച്ചറിയേണ്ട ആൾക്കാരറിയാം, രക്ഷിതാക്കളാണ്. ഇത് കേൾക്കുന്ന രക്ഷിതാക്കളാണ്. കുട്ടികളുടെ ഇഷ്ടത്തിനപ്പുറം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനാണ് നമ്മൾ നിന്ന് കൊടുക്കേണ്ടത്. കുട്ടികൾ പറയല്ലേ, നമ്മൾ എന്താ ചെയ്യാ? അങ്ങനെയല്ല. അള്ളാന്റെ ഇഷ്ടേ എൻ്റെ വീട്ടിൽ നടക്കൂ, അള്ളാഹുവിന്റെ ഇഷ്ടേ ഞാൻ നടത്തി തരികയുള്ളൂ എന്ന് പറയാവുന്ന ഒരു സാഹചര്യം രക്ഷിതാക്കൾക്കുണ്ടാകണം. മൂന്നാമതായി തിരിച്ചറിയേണ്ടതാരാ? മഹല്ല് ഭാരവാഹികളാണ്. മഹല്ല് ഭാരവാഹികൾ, ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന മഹല്ലിൽ, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന മഹല്ലിൽ ഈ തോന്യാസത്തിന് ഒരിക്കലും അനുവാദം നൽകുകയില്ല. ഈ കൂട്ടാട്ടത്തിന് അനുവാദം നൽകുകയില്ല. ഈ രീതിയിൽ വിവാഹാഘോഷം ആഭാസമാക്കുന്നതിന് അനുവാദം ഞങ്ങൾ നൽകുകയില്ല. അപ്പൊ ചില ആൾക്കാർ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനെയാവും ഇങ്ങനെയാവും, നിങ്ങളെ സ്ഥാനം പോവും, പ്രശ്നമാവും, മഹല്ലിൽ കുഴപ്പമാവും. അവിടെയാണ് ഈ ആയത്ത് ഓർത്തു വെക്കേണ്ടത്. കമ്മിറ്റി ഭാരവാഹികൾ, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, പള്ളി പരിപാലിക്കുന്ന ആളുകൾ ആരായിരിക്കണം? മന്നാമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസമുള്ളവർ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കുന്നവർ, വഅഖാമസ്സലാഹ്, ഹയ്യാലസ്സലാത്ത് എന്ന് കൊടുത്താൽ പള്ളി സെക്രട്ടറിയും പള്ളി പ്രസിഡന്റും ഒന്നാമത്തെ സഫിൽ വേണം. അല്ല പള്ളികൾക്ക് തിരിഞ്ഞു നോക്കാത്തവനല്ല ഇതിന്റെ ഭാരവാഹിയായി വരേണ്ടത്. സക്കാത്തിന്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഒന്നാമനായി പള്ളി പ്രസിഡന്റിന്റെ പേര് അവിടെ ഉണ്ടാകണം. അങ്ങനെയുള്ളവരാണ് പള്ളി പ്രസിഡന്റുമാരാകേണ്ടത്. പിന്നെയോ വലം യഹ്ശ ഇല്ലല്ലാഹ്,
ദീനിയായ മതപരമായ ഒരു തീരുമാനമെടുത്തതിന്റെ പേരിൽ ആകാശം പൊളിഞ്ഞു വീഴുന്ന ഒരാൾ പറഞ്ഞാലും അതിന്റെ മുകളിൽ കയറി അതിന്റെ ബാക്കി പറയുമെന്ന് പറയാൻ, ഞങ്ങൾക്ക് അല്ലാഹുവിനെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ചങ്കുറപ്പുള്ള ഭാരവാഹികൾ മഹല്ലിനുണ്ടാകണം. അതാണ് മഹല്ല് ഭാരവാഹികൾ ചെയ്യേണ്ടത്. മാറും സമൂഹം. നാലാമതായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മുസ്ലിം മാനേജ്മെന്റ് മാറണം. മുസ്ലിം മാനേജ്മെന്റുകൾ മാറണം. ന്യൂനപക്ഷ പദവി നമ്മുടെ ഈ സ്ഥാപനത്തിന് നൽകിയിരിക്കുന്നത് എന്തിനു കൂടിയാണെന്നോ? അവിടെ അവനവന്റെ ആൾക്കാരെ മാത്രം തിരികെ കയറ്റി അവരെ ഉപജീവന മാർഗം നടത്താൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഇസ്ലാമിക വ്യക്തിത്വത്തിനും അസ്തിത്വത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ വാർത്തെടുക്കുവാനുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അത് പറഞ്ഞിട്ടാണ് ഏക്കറക്കണക്കിന് ഭൂമി പലരും ഇതിന് വഖഫ് ചെയ്തത്. അതിനാണ് ആളുകൾ ഇതിന് സമ്പത്ത് തന്നത്. അവരൊക്കെ മൺമറഞ്ഞു പോയി. അവരുടെ മുകളിൽ കയറിക്കൊണ്ട് നിന്നുകൊണ്ടാണ് ഈ ഡാൻസ് നിങ്ങൾ കളിക്കുന്നത്. അവരുടെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഹിജാബിനെ നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണ കാര്യം. അതുകൊണ്ട് സമുദായത്തിന്റെ ഈ രീതി സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അഞ്ചാമതായി, മുസ്ലിം പണ്ഡിതന്മാരും പ്രബോധകന്മാരും ചില തിരിച്ചറിവുകൾ അവർക്കുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാമിനെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ ഒരിക്കലും നിശബ്ദരാകരുത്. നാം നിശബ്ദരായാൽ അറിവില്ലാത്ത ജനം ഈ കാണുന്നതെല്ലാം വാരിപ്പുണരും. നെല്ലും പതിരും വേർതിരിക്കേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കാണ് എന്ന കാര്യം മനസ്സിലാക്കണം. ഇന്ന് എന്ത് വിഷയം വന്നാലും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടണില്ല. പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഈ സമുദായം എന്ത് വിചാരിക്കും? ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് കരുതും. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? പണ്ഡിതന്മാർക്കല്ലാതെ ആർക്കാണ്? ആറാമതായി, മുസ്ലിം സംഘടനാ നേതാക്കൾ ഇത് തിരിച്ചറിയണം. മുസ്ലിം സംഘടനാ നേതാക്കൾ തിരിച്ചറിയണം. ഒഴുക്കിനോടൊപ്പം നീന്താൻ ഒരിക്കലും ഒരു മതസംഘടന ആവശ്യമില്ല. ഒഴുക്കിനെതിരെ നീന്താനാണ് കരുത്ത് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് മിമ്പറുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം, പ്രോഗ്രാമുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കണം. മദ്രസയുടെ ഇനി പുതിയ സിലബസുകളിൽ ഈ ലിബറലിസത്തിന് എതിരിലുള്ള ആശയം കൃത്യമായി മദ്രസ സിലബസുകളിൽ, കോളേജിന്റെ സിലബസുകളിൽ ഉൾപ്പെടുത്തുവാൻ സംഘടനാ നേതാക്കൾ ശ്രദ്ധിക്കണം. ആനുകാലികമായി ഉണ്ടാകുന്ന മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യുവാൻ, സമയബന്ധിതമായി അജണ്ടയൊരുക്കുവാൻ മുസ്ലിം സംഘടനകൾ ശ്രദ്ധിക്കണം. ഏഴാമതായി, മാധ്യമങ്ങളാണ്. മറ്റു മാധ്യമങ്ങളിൽ വരുന്നത് അപ്പടി പകർത്താനാണ് എങ്കിൽ എന്തിനാണ് കഷ്ടപ്പെട്ട് പണം പിരിച്ച് മറ്റൊരു മാധ്യമം മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? മറ്റു പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്നത് അതേപോലെ വരുത്താനാണ് എങ്കിൽ എന്തിനാണ് മുസ്ലിം സമുദായത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്നത്? ലിബറൽ ആശയങ്ങളെ ദാർശനികമായി തുറന്നു കാണിക്കാനുള്ള ബാധ്യത മുസ്ലിം പ്ലാറ്റ്ഫോമിലുള്ള മാധ്യമങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. എട്ടാമതായി, സമുദായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ ചിലത് തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക ഇടങ്ങളിലേക്ക് കടന്നു കയറുന്ന ഭരണകൂട അജണ്ടകളെ പ്രതിരോധിക്കുവാൻ, കാവൽക്കാരായി നിൽക്കാൻ, ചോദ്യം ചെയ്യുവാൻ ഒന്നാമത്തെ ബാധ്യതയുള്ളത് സമുദായ രാഷ്ട്രീയത്തിനാണ് എന്ന കാര്യം ആരും മറക്കേണ്ടതില്ല. മുസ്ലിങ്ങളുടെ അവകാശം പറയുമ്പോൾ അതിനെ ചാപ്പയടിച്ച് പ്രതിരോധിക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ CH മുഹമ്മദ് കോയ അവറുകൾ പറഞ്ഞതുപോലെ നിലപാടെടുക്കുവാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മറ്റൊരു സമുദായത്തിന്റെ ഒരു മുടിനാരിയുടെ അവകാശം പോലും ഞാൻ കവരില്ല, ഞങ്ങളുടെ സമുദായം കവരില്ല. എന്റെ സമുദായത്തിന്റെ ഒരു മുടിനാരിയുടെ അവകാശം പോലും ഞാൻ വിട്ടുകൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമുദായ രാഷ്ട്രീയത്തിന് CH മുഹമ്മദ് കോയയെ പോലെയുള്ള ദീർഘദർശികളായ ആളുകൾ ഇവിടെ വഴിവെട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സംഭവമുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലം 1967 EMS മന്ത്രിസഭയിലാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രസേനൻ എന്ന് പറയുന്ന MLA എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് സാധാരണ കാണുന്ന ഈ കൊട നന്നാക്കുന്ന ആളുകളെയൊന്നും പാതയോരങ്ങളിൽ എവിടെയും കണ്ടിട്ടില്ല. അവരെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അത് CH അവരെയൊക്കെ കൊണ്ടുപോയിട്ട് അറബി മുൻഷികളാക്കി. അപ്പൊ കൊട നന്നാക്കണവനെയാണ് പിടിച്ച് എന്ത് ചെയ്തത്? സ്കൂൾ കൊണ്ടുപോയാക്കിയത് എന്ന് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. CH അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ മറുപടി ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുണ്ട്.
എന്താ CH പറഞ്ഞത്? അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവരതിന് അർഹരാണ് എന്ന് താന്നുകൂഴ്ന്ന് പറയുക മാത്രമല്ല, ആദ്യം ആ മറുപടി പറഞ്ഞു, അവരതിന് അർഹതപ്പെട്ടവരാണ്, അവർക്കതിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവരെ നിയമിച്ചത് എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങനെ വിറക് വെട്ടികളും വെള്ളം കോരികളും ചെരുപ്പ് കുത്തികളും കുട നന്നാക്കുന്നവരുമായി എന്റെ സമുദായം അധപതിച്ചപ്പോൾ അവരെ അധികാരത്തിലേക്കും അവരെ അധ്യാപനത്തിലേക്കും അവരെ മുഖ്യധാരയിലേക്കും കൊണ്ടുവരാനാണ് എന്നെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്, എന്നെ മന്ത്രിയാക്കിയിരിക്കുന്നത്. അത് ഞാൻ ചെയ്തിരിക്കും, അതെന്റെ അവകാശമാണ്, എന്റെ സമുദായത്തിന്റെ അവകാശമാണ് എന്ന് നെഞ്ച് വിരിച്ചു പറഞ്ഞ സമുദായ നേതാക്കളുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് ആരെങ്കിലും കണ്ണുരുട്ടുമ്പോഴേക്ക്, എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് നമ്മൾ അവകാശത്തെ പറ്റി പറഞ്ഞാൽ നമ്മൾ തീവ്രവാദികളായി പോകോ, നമ്മൾ കുഴപ്പക്കാരായി പോകോ? നമുക്കൊരു അധിക ബാധ്യത നമുക്കില്ല. അതിൽ ശരിക്കും മനസ്സിലാക്കണം. ഈ മതേതര പ്ലാറ്റ്ഫോം ഇവിടെ നിലനിർത്താനും ഈ രാജ്യത്തിൽ സമാധാനം നിലനിർത്താനും വർഗീയ ധ്രുവീകരണം ഇല്ലാതിരിക്കാനും എല്ലാ സമുദായത്തിനും ഒരേ ബാധ്യത മാത്രമേ ഉള്ളൂ. വേറുള്ളവർക്കൊക്കെ എന്തും പറയാം അല്ലേ? ആലപ്പുഴയിൽ നിന്ന് വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചുകൊണ്ട് നിരന്തരമായി പറയാം, അതിനൊരു കുഴപ്പമല്ല. അപ്പോൾ ഇവിടെ ഈ ഫാബ്രിക്കിന് ഒരു കുഴപ്പം വരില്ല, മതേതരത്വത്തിനും സൗഹാർദ്ദത്തിനും ഒരു കുഴപ്പവും വരില്ല. എന്നാൽ അതിനാരെങ്കിലും ഒന്നൊരു മറുപടി പറഞ്ഞാലോ, മുസ്ലിം രാഷ്ട്രീയ രംഗത്ത് നിന്നൊരു മറുപടി പറഞ്ഞാലോ, അപ്പോഴേക്കാകെ പ്രശ്നമായി. ഈ സംഗതി ബ്രേക്ക് ചെയ്തേ പറ്റൂ. അത് ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ ഇവിടെ നമുക്കിനി ഒരു കാര്യവും പറയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഖുർആനും സുന്നത്തും പറയുന്നതിനനുസരിച്ചുകൊണ്ടാണ് അവരവരുടെ ആരാധന അനുഷ്ഠാനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത്. ഒരിക്കലും കപട മതേതരവാദികളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. അതാണ് ഈ ഡയലോഗ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.